വെള്ളിത്തിരയിൽ ബോംബുകളെയും വില്ലന്മാരെയും എടുത്തിട്ട് അമ്മാനമാടുന്ന ദളപതി വിജയ് റിയൽ ലൈഫിൽ വെറും ഒരു ബോണ്ടനാണെന്ന് തമിഴ്നാട് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ കന്യാകുമാരിയിൽ റോഡ് ഷോയ്ക്ക് ഇറങ്ങിയ വിജയ് ഒരു ഫ്ലവർ ബോൾ കണ്ട് വിരണ്ടോടിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചിരിവിരുന്നായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു വിജയ്. ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും താൻ വന്ന വണ്ടിയിൽ നിന്നും ഇറങ്ങി സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹം ആരാധകരെയും അണികളെയും അഭിസംബോധന ചെയ്തത്. അതിനിടെ ആരോ വിജയുടെ അടുത്തേക്ക് സ്നേഹപൂർവ്വം ഒരു ഫ്ലവർ ബോൾ എറിഞ്ഞു കൊടുത്തു. എന്നാൽ സിനിമയിലെ വില്ലൻ എറിഞ്ഞ ടൈം ബോംബാണെന്ന് കരുതിയാകണം ആക്ഷൻ സിനിമകളെ വെല്ലുന്ന വേഗതയിൽ സൈക്കിൾ വലിച്ചെറിഞ്ഞ് വിജയ് കാരവാനിലേക്ക് ഓടിക്കയറി. പിന്നാലെ സൈക്കിളും കക്ഷത്തിൽ വെച്ച് ബോഡി ഗാർഡ്സും പാഞ്ഞു. ചട്ടമ്പിനാടിലെ ദശമൂലം ദാമുവിനെ പോലും തോൽപ്പിക്കുന്ന ഈ പലായനം കണ്ട അണികൾ പോലും അന്തം വിട്ടുപോയി. സിനിമയിൽ ബോംബിന് മുകളിൽ കയറിയിരുന്ന് ചായ കുടിക്കുന്നവരാണ് നേരിൽ പൂവ് കണ്ടപ്പോൾ ഇത്രയും പേടിച്ചത്. എന്തായാലും ട്രോളന്മാർ ഇത് വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ്. സിസ്റ്റം മാറ്റാൻ ഇറങ്ങി തിരിച്ച വിജയ് അഴിമതി തുടച്ചു നീക്കുമെന്നും സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്നും പ്രഖ്യാപിച്ചാണ് കന്യാകുമാരിയിൽ തമ്പടിച്ചിരിക്കുന്നത്. 10 ലക്ഷം പേർ ഒപ്പിട്ടാൽ നിയമസഭയിൽ ചർച്ച ചെയ്യുമെന്നും തമിഴ്നാടിനെ AI തലസ്ഥാനമാക്കുമെന്നും പറയുന്ന വിജയ് സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ AI സാങ്കേതിക വിദ്യയേക്കാൾ വേഗത്തിലാണ് പിന്മാറുന്നത്. DMKയും AIADMKയും ഈ സൈക്കിൾ യജ്ഞത്തെ പരിഹസിച്ച് തള്ളുമ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിനിറങ്ങിയ വിജയുടെ ധീരത ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചിരി പടർത്തുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിലും വിജയുടെ ഈ പേടിയോട്ടം വിഷയമായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കോമാളിത്തങ്ങൾക്കപ്പുറം ജനങ്ങളെ ശരിക്കും സേവിക്കാൻ BJP പോലുള്ള വികസന കാഴ്ചപ്പാടുള്ള പാർട്ടികൾ വരണമെന്നാണ് കേരള BJP നേതാക്കളുടെ നിരീക്ഷണം. സിനിമയിലെ ഡയലോഗും രാഷ്ട്രീയത്തിലെ പ്രായോഗികതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും പൂവ് കണ്ടാൽ പേടിക്കുന്നവർ എങ്ങനെ അഴിമതിക്കെതിരെ പോരാടുമെന്നുമാണ് കേരളത്തിലെ BJP പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. നേരത്തെ രജനീകാന്ത് പറഞ്ഞ സിസ്റ്റം മാറ്റൽ വാഗ്ദാനങ്ങൾ കടമെടുത്താണ് വിജയ് വന്നത്. എന്നാൽ സ്റ്റൈൽ മന്നൻ ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറിയപ്പോൾ വിജയ് ഭയം കാരണമാണോ പിന്മാറുന്നത് എന്നാണ് രാഷ്ട്രീയ എതിരാളികളുടെ പരിഹാസം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തിരിച്ചറിയൽ കാർഡും നൽകി ജനങ്ങളെ രക്ഷിക്കാൻ പോകുന്ന ഈ ജെയിംസ് ബോണ്ട് വരും ദിവസങ്ങളിൽ എന്ത് ഫ്ലവർ ബോൾ കണ്ടാണ് ഓടുകയെന്നാണ് തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.